അഭിലാഷേ, ഒന്ന് വാങ്ങി കൊടുക്കടാ. അഭിലാഷേ, ഒന്ന് വാങ്ങി കൊടുക്കടാ. അഭിലാഷേ വരുന്നടാ. എടാ തുറക്കാം. എടാ നീ ഒന്ന് വന്നേ. എടാ ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കേ. എന്താടാ? എടാ ഞാൻ പറയാൻ പോണ കാര്യം കേട്ട് വേണമെങ്കിൽ ഇന്നെ ചീത്ത വന്നു, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഇന്നെ തല്ലിക്കോ. പക്ഷെ ദേഷ്യം പിടിക്കരുത്, ടെൻഷനും ആവരുത്. എടാ ദേശേ, നീ കാര്യം പറ. എടാ ചെറിയൊരു അബദ്ധം പറ്റിയടാ. ഇനി ഗ്ലോബൽ ന്യൂസിലേക്ക്. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ. കോട്ടക്കിൽ നിന്നും കരളുറപ്പുള്ള ഒരു സൗഹൃദ വാർത്ത. ബാല്യകാല സുഹൃത്തായ അനീഷിന് സ്വന്തം കരൾ പകുത്തു നൽകി മാതൃകയാവുകയാണ് കോട്ടക്കൽ സ്വദേശിയായ ഷാഫി എന്ന യുവാവ്. ആത്മബന്ധങ്ങളുടെ ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്നത് വെറും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അല്ല എന്ന് ചങ്കു പറിച്ചു കൊടുത്തും കൂടെ നിൽക്കുമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഷാഫി. ഷാഫി തന്റെ സുഹൃത്തിന് കരൾ പങ്കിടാൻ ഒരുങ്ങുകയാണ്. അഭിലാഷ് കുമാർ വെഡ്സ് ഷെറിൻ മൂസ, അതാണടാ ഈ അജേഷ് കണ്ട സ്വപ്നം. അതിന് സമയമല്ല വേണ്ടത്, അത് ഞാൻ ഉണ്ടാക്കി തരടാ. എടാ വേണ്ടി വന്ന് അവളെ അടിയാതനെ പറഞ്ഞ് നമ്മൾ എടുപ്പിക്കടാ. അവള് വേറൊരു മണ്ടിയാടാ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിക്കൂലേ? എടാ 10ാം ക്ലാസ് മുതൽ വേറെ ഒരുത്തിനെ ഇഷ്ടാന്ന് കേട്ടോ കൂടെ നീ. അവരെ രണ്ടുപേരെയും മുംബൈയിലേക്ക് അയച്ചു നീ. അവളെ ഓരോ പോസ്റ്റിനും ആദ്യം ലൈക്ക് അടിച്ചത് ഇയ്യാ. ഒന്നും പ്രതീക്ഷിക്കാതെ വീണ്ടും വീണ്ടും സ്നേഹിച്ചത് നീ. എടാ നിന്നെപ്പോലൊരു കാമുകൻ വേറെ എവിടെ ഉണ്ടടാ? എടാ നിന്റെ പ്രണയം വേറെ ലെവലാടാ. അതൊരിക്കലും ഓള് മനസ്സിലാക്കൂടാ. അതിന് ഈ അജയശാലപ്പാട്ട് കൂടെ ഉണ്ടാവൂടാ. ഈ ധൈര്യമായിട്ടിരിക്കടാ. ഐ ലവ് യുടാ. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. എടാ ഞാനതിട്ട് നമ്മളെ സ്കൂൾ ഗ്രൂപ്പിലായി പോയി. സ്കൂൾ ഗ്രൂപ്പിലോ? എടാ ഡിലീറ്റ് ചെയ്യൂ. എടാ രാവിലെ ചറപറ കോൾ വരുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. ആ ടെൻഷനിൽ ഡിലീറ്റ് ചെയ്തപ്പോ ഓൺലി ഫോർ മീ ആയിപ്പോയി. അഡ്മിനെ വിളിക്ക്. എടാ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. എടാ അഭിലാഷൻ, അത് കയ്യെന്ന് പോയി. എടാ സമാധാനപ്പെടും. എടാ നമുക്ക് അവളെ നേരിട്ട് പോയി കാണാം. എന്നിട്ട് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം. ഈ ഒന്ന് കൂടെ വന്നാ മതി. എല്ലാം ഞാൻ ഏറ്റോടാ. വാ ബേ. ടെൻഷൻ അടിക്കടാ. ഗ്യാപ്പ് കിട്ടിയത് ബാക്കി ഡീൽ ചെയ്തോളാം. എന്ത് ഗ്യാപ്പ്? നീ ആ ഗ്യാപ്പിൽ കൂടെ എന്താ ചെയ്യാൻ പോണേ? എടാ ഞാൻ സെന്റിമെന്റ്സ് ആക്കും, ഈ നോക്കി നിന്നാ മതി. സെന്റിമെന്റ്സിൽ വികാത്ത ഏത് പെണ്ണാടല്ലേ ഈ കൊണ്ട് വാ. ഓൾറെഡി അടുത്ത് അതൊന്നും നടക്കൂല. ഇനി എന്താ? തിരിച്ചു പോവോ? അത് പറയാൻ വന്നതാ. നീയായിരുന്നു എനിക്കിവിടെ ആകെയുള്ളൊരാശ്വാസം. ഇനി അതില്ലല്ലോ.
ഞാൻ കസ്റ്റംസ് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കോടതിയിൽ നാട്ടിലൊക്കെ എല്ലാവരും പറഞ്ഞടാ, ആകെ നാണക്കേടായി. എന്നാലും പാച്ചിക്കെങ്കിലും വന്നിട്ട് ഇനിയിപ്പോ ആര് വന്നിട്ട് എന്താ? ഉപാധികളില്ലാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടി ആവണ്ടേ സ്നേഹം? ലൈല മജ്നുവിൻ്റെ കഥയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ലൈലയെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, അതും ഒരുപാട് ദൂരെയുള്ള ഒരു കൊട്ടാരത്തിലേക്ക്. കഴിക്കട, നല്ല പഞ്ഞിയുള്ള മീനാ. ഇത് കിട്ടുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരും. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ പച്ചക്കറി മാത്രം കഴിക്കണ കാണുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാനും അത് ആലോചിക്കാറുണ്ട്. അത് പിന്നെ ഏതിഷ്ടവും ശീലായി കഴിഞ്ഞാൽ പിന്നെ അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനൊരു ശീലായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം. അതിലല്ലേ ഞാനിപ്പോഴും ജീവിക്കണേ. നിങ്ങൾ പറഞ്ഞ കേക്കും. ഞാൻ ഇറങ്ങും ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം മോളോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു അസുഖാട്ടാ. അതിനുള്ള ചരട് ഊതിക്കെട്ടേണ്ടതേ നിങ്ങൾ ഇങ്ങടെ കൈ തന്നെയാ. അങ്ങനെ ഇരുന്നാലേ എനിക്ക് റെയിൽവേ സ്റ്റേഷൻ മിസ്സാവും. ആ, ഇത് കുറച്ച് കറുത്ത ഹൽവയാ, അവിടെയുള്ള പരിചയക്കാർക്കൊക്കെ കൊടുക്കാലോ. അനക്കൊന്ന് സംസാരിക്കാൻ സമയം ഉണ്ടാവുമോ? സത്യത്തില് നമ്മൾ ഒരേ തൂവൽ പക്ഷികളായിരുന്നല്ലേ. പക്ഷെ ഇങ്ങക്കായിരുന്നു കേട്ടോ ചാൻസ് കൂടുതൽ. അതെനിക്ക് പിന്നെ മനസ്സിലായത്. ഇനി അതൊന്നും പറഞ്ഞൊരു കാര്യമില്ലല്ലോ താജ് ബ്രോ, എല്ലാം കൈവിട്ടു പോയില്ലേ. കാര്യങ്ങളൊക്കെ അറിഞ്ഞു ബ്രോ. പക്ഷെ എന്തെന്നെയാണേലും നിങ്ങളത് നേരിട്ട് തന്നെ പോയി പറയണമായിരുന്നു. നാറിയിട്ടാണെങ്കിലും അറിഞ്ഞല്ലോ, അങ്ങനെ വിചാരിക്കാം. അതങ്ങനെയല്ല ബ്രോ. നിങ്ങൾക്കറിയോ, എനിക്ക് ഫസ്റ്റ് ചെരുപ്പിൻ്റെ അച്ചോടായിരുന്നു. പാറ്റൻ്റെ മേളിൽ പോകുന്നൊക്കെ വെച്ച് തുടങ്ങിയതാ. പക്ഷെ ഒരു പാറ്റ പോലും പീടിയെ കയറിയില്ല. ചെരുപ്പ് മുഴുവൻ ബാക്കി. അവസാനം ഞാൻ തീർന്നറിയോ, ഒരു കടകാലിയാക്കൽ പരിപാടി അങ്ങോട്ട് പിടിച്ച്. സംഭവം നഷ്ടക്കച്ചവടമായിരുന്നെങ്കിലും ഒരാഴ്ച കൊണ്ട് ഞാൻ സാധനം മൊത്തം വിറ്റീർത്തു. അവിടെ നഷ്ടമല്ലായിരുന്നു നിന്റെ വിഷയം, ചെരുപ്പ് തീർക്കുക എന്ന് മാത്രമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പിടികിട്ടിയ നിന്റെ കടയിൽ കെട്ടിക്കിടന്ന ചെരുപ്പ് മാതിരിയാ നിങ്ങളുടെ മനസ്സിലിഷ്ടം. അത് നിങ്ങൾ തന്നെ നല്ല അന്തസ്സായിട്ട് തുറന്നു പറയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ബ്രോ. അത് നിങ്ങളായിട്ട് തന്നെ പറയണം ബ്രോ, നല്ല കളറായിട്ട്.
തുറന്നു പറയാത്ത ഇഷ്ടമൊന്നും പടച്ചന്റെ അക്കൗണ്ടിൽ കൂട്ടൂലട്ടാ.